ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഏതാണ് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു പശു വളർത്തൽ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. വീഡിയോ ഇട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിട്ട് പോകാം. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ പശുത്തൊഴുത്തെന്ന് പറയണം. വേണ്ട ഓടായിട്ടേക്കണം, ഷീറ്റ് ഇട്ടിട്ടില്ല. ചൂട് കുറക്കാനായിട്ട് നമ്മൾ ഓടായിട്ടേക്കണം. ഇവിടെ നിന്ന് അവിടം വരെ ഇതാണ് അതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുണ്ട് ഇനി. അപ്പോൾ വാപ്പ അവിടെ നമ്മുടെ തൊഴുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വാപ്പ. വാപ്പ നോക്കി ഉണ്ടാ ഈ ഹായ് കൊടുത്ത്. ഇതാണ് നമ്മുടെ പശുക്കളെന്ന് പറയണത്. തൊഴുത്തിൽ നമ്മുടെ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമാണ്. ഇത് ലൈറ്റ് എന്ന് മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഈച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനാണ്. പിന്നെ ചൂട് കുറക്കാൻ കൂടി വേണ്ടിയാണ് ഫാനൊക്കെ ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ നമുക്കിവിടെ റബ്ബറിൻ്റെ മാറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ട ഇത് കണ്ട ഇതെന്തിനാണ് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ പശു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാനായിട്ട്. നമ്മൾ പശുവിനെ കറക്കുമല്ലോ, കറക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി, കുറേ ഇങ്ങോട്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ഗ്യാപ്പിന് കണ്ട ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഉണ്ടായി ഇവിടുത്തെ ഈ ക്ലീനിങ്ങും തീറ്റ കൊടുക്കുന്ന പരിപാടിയും പശുവിനെ കറക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ തന്നെയാണ് വേണ്ടത്. അതായത് ഞാനും വാപ്പായും കൂടി. വാപ്പായൻ്റെ മെയിനായിട്ട് ചെയ്യണത്. ഇവിടെ ഞാനും ഹെൽപ്പ് ചെയ്യാൻ ചെല്ലാറുണ്ട്. വളർത്തൽ തുടങ്ങിയിട്ടൊരു 17 വർഷക്കാലമായി കാണുമെന്ന് തോന്നുന്നു. അതായത് എൻ്റെ വാപ്പ തുടങ്ങി വെച്ച പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു 2 എരുമയായിരുന്നു. എരുമയിലാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ തന്നെ മേടിച്ച് ഒരു വലിയതല്ല, അത്യാവശ്യം സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 5 പശുക്കളും പിന്നെ 2 പശുക്കിടാവുണ്ട് കേട്ടോ. ഈ പശുവിൻ്റെ കിടാവാണിത്. പിന്നെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കഴുകി നമുക്ക് ബയോഗ്യാസ് ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചാണകം ഇടുന്നു, അത് കഴുകി വിടുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെന്നിട്ട് ഇത് ഗ്യാസായിട്ട് ഈ ട്യൂബ് വഴി നമുക്ക് അടുക്കളയിലോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റേ LPG ഗ്യാസിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ നമുക്കിതിൻ്റെ വേസ്റ്റ് എന്ന് പറയണത് ഇത് നിറഞ്ഞിട്ട് ആ ചെറിയൊരു ബോക്സ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകും. അതെന്ന് പറഞ്ഞാൽ വേറൊരു കുഴി പോലെ സെറ്റപ്പ് ഉണ്ട് അവിടെ. പണ്ടത് കുളമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഇതാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് നിറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെന്ന് പറയാനായിട്ട് നമുക്കിവിടെ ചാണൻ്റെ ചാക്കിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് ആവശ്യക്കാർക്ക് വേനൽക്കാലത്തൊക്കെ വന്നെടുത്തുകൊണ്ട് പോകും. പിന്നെ കാലത്ത് നമ്മുടെ ചാണാൻ ഇങ്ങനെ ഉണക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഈ പശുവിനെ കണ്ട, ഈ പശുവിൻ്റെ ആയിട്ട് എനിക്കൊരു ചവിട്ട് കിട്ടിയിട്ടുള്ളതാണ് പണ്ട്. ഇപ്പോൾ 2 നേരം കേട്ടോ തീറ്റ കൊടുക്കണത്, രാവിലെ ഉച്ചക്കും കണ്ട. അപ്പോൾ നമ്മൾ തവിടും പുഷ്ടിയൊക്കെയാണ് കൊടുക്കണത്. തവിടും പുഷ്ടിയും. പിന്നെ വൈകിട്ട് നമ്മളിത് പുല്ലൊന്നും അല്ല കൊടുക്കണം, പുല്ലിടക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സൈലേജ് എന്നൊരു സാധനമുണ്ട്. ഇത് കണ്ട, ഇത് മറ്റേ ചോളത്തിൻ്റെ പുല്ലും ചോളത്തിൻ്റെ വേസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കണ്ട. ഇതാണ് നമ്മൾ തീറ്റയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ കറക്കാനുള്ള സമയം ഇപ്പോൾ ഒരു ഉച്ച 3 മണിയായി കാണും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാണ് നമ്മുടെ കറവ മെഷീൻ എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ പൈപ്പ്, ഇതിൻ്റെ മോട്ടർ കാണിച്ചു തരാം. ഇതുണ്ട, ഇതാണ് ഇതിൻ്റെ എൻജിൻ, അതായത് മോട്ടർ. ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ എയർ സക്ക് ചെയ്തിട്ട് ഈ ട്യൂബിൽ കൂടി ഈ പൈപ്പിൽ കൂടി എയർ സക്ക് ചെയ്യും. എന്നിട്ടാണ് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും ഇതിൻ്റെ അകത്ത്. എന്നിട്ടാണ് ഇങ്ങനെ പാലിങ്ങനെ വലിച്ചെടുക്കണത്. കറന്ന് കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാണ് ഇത് വെക്കണത്. മെഷീൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ പറയണ കേൾക്കാണ്ടാവും അറിയില്ല. അപ്പം ഇതിലൂടെ നമുക്ക് പാല് വേണമെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് വേനുണ്ട്, കുറച്ച് നല്ലോണം വരും. ചെടുത്തി കഴിയുമ്പോഴേ നല്ലോണം പാല് വരുള്ളത്. പണ്ട് നമ്മുടെ തൊഴുത്ത് കണ്ടോ, പണ്ട് ഇവിടെയാണ് നമ്മുടെ തൊഴുത്ത്, ഇവിടെ ഇട്ട്. ഇത് പിന്നെ ആട്ടും കൂടാക്കി മാറ്റി. അത് പിന്നെ ഇപ്പം ആട്ടിനെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ വൈക്കോലൊക്കെ കണ്ടിട്ട് സെറ്റാക്കി വെച്ചേക്കണം. അന്നാട്ടോ നമ്മുടെ ബയോഗ്യാസിൻ്റെ ലൈൻ വന്നേക്കണത്. ഇത് നേരെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലോട്ട് ഇല്ലണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്റ്റൗ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം എന്തോരം ഫ്ലെയിം ഉണ്ടെന്ന്. LPGൻ്റെ അതിനേക്കാൾ കൂടുതൽ കിട്ടും വേണ്ട, നല്ല തീയുണ്ട്. ഇതിങ്ങനെ പൊട്ടിത്തെറി ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായൊന്നുമില്ല. ഓഫാക്കാം.
അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.